പെട്ടെന്ന് എൻ്റെ അമ്മയ്ക്ക് വയ്യാണ്ടായാലോ എനിക്ക് വയ്യാണ്ടായാലോ നമ്മളിപ്പോൾ നിൽക്കുന്നിടത്തു നിന്ന് പെട്ടെന്ന് പോയി വരാൻ പറ്റത്തില്ല. എൻ്റെ അമ്മയ്ക്കൊക്കെ പെട്ടെന്ന് അസുഖം വരുന്നത്. എനിക്കിപ്പോൾ ഒരുപാട് ശാരീരിക ബുദ്ധിമുട്ടുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ഒരുപാട്. ചേട്ടാ നമസ്കാരം. ചേട്ടാ ശരിക്കും എന്താ ചേട്ടൻ്റെ ലൈഫിൽ സംഭവിച്ചേ? എനിക്ക് 7-ാം മാസത്തിൽ ഒരു പനി വന്ന് പോളിയോ ബാധിച്ച് ഇങ്ങനെ ആയതാണ്. 7 മാസത്തിൽ. അതിനുശേഷം കഴുത്തുൾപ്പെടെ തളർന്നു പോയ വ്യക്തിയാണ്. 2 വർഷത്തെ ചികിത്സയ്ക്ക് ശേഷമാണ് എനിക്ക് കൈയും തലയൊക്കെ ഏകദേശം ശരിയായി വന്നത്. പിന്നെ നിശേഷം തളർന്നു പോയി, കാരയ്ക്ക് കീഴ്പോട്ട് തളർന്നു പോയി. പിന്നെന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതുവരെ എന്നെ നോക്കിയത് എൻ്റെ അമ്മയാണ്. എൻ്റെ അമ്മയാണ് ഇത്രയും മേലെ എന്നെ വളർത്തിയത്. അപ്പോൾ ഒരുപാട് വർഷം ഞാനത് ഒരുപാട് വിഷമത്തോടെ ജീവിച്ച് പോയിക്കൊണ്ടിരുന്ന സമയത്ത് എനിക്ക് എൻ്റെ ഒരു സുഹൃത്ത് ഒരു വണ്ടി എനിക്ക് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. CCക്ക് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് CC അടയ്ക്കാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോഴത്തേക്ക് അമ്മയ്ക്കൊരു സർജറി വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സർജറി സമയത്ത് ഹോസ്പിറ്റൽ കേസ് എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് വണ്ടി CCക്കാർ കൊണ്ടുപോകുന്നൊരവസ്ഥ വന്നപ്പോഴത്തേക്ക് സർജറി ഏകദേശം മുടങ്ങിപ്പോയപ്പോഴത്തേക്ക് CCക്കാർ വണ്ടി പോകുന്നൊരവസ്ഥ ആയപ്പോഴത്തേക്ക് ഞാനൊരു ചാനലിലൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെനിക്ക് കുറച്ചൊരു ഹെൽപ്പ് ചെയ്തിട്ടാണ് എനിക്കൊരു വണ്ടി പിന്നെ റെഡിയാക്കാൻ CC അടയ്ക്കാൻ കഴിഞ്ഞത്. പിന്നെ കുറച്ചൊരു ഹെൽപ്പ് ചെയ്ത് എനിക്കൊരു 4 സെൻറ്റ് വസ്തു മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരു വീട് വയ്ക്കാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചു, പക്ഷെ ഒന്നും നടന്നിട്ടില്ല. എനിക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അമ്മയ്ക്ക് വീണ്ടും വയ്യാണ്ടായിരിക്കുകയാണ്. വീണ്ടും മെഡിക്കലിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, ഹോസ്പിറ്റലിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പോൾ താൽക്കാലികമായിട്ട് താമസിക്കുന്നത് കുഞ്ഞമ്മ താമസിക്കുന്നത്. അപ്പോൾ അവിടെ വയൽ ഏരിയ ആയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്, താമസിക്കാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ അവിടെയും കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ ഒരു 4 സെൻറ്റ് വസ്തുവിൽ ചെറിയൊരു വീട് വെച്ച് കിടക്കണമെന്നാണ് എനിക്കും എൻ്റെ അമ്മയ്ക്കും. സഹോദരങ്ങളില്ല, അച്ഛൻ മരണപ്പെട്ടിട്ട് 10-20 വർഷമായി. ആകെ ഉള്ളത് എനിക്ക് എൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ, സഹോദരങ്ങളില്ല. ചേട്ടൻ എങ്ങനെയാ ഇത്രയും വയ്യായിക ഉണ്ടായിട്ടും എനിക്കൊന്നും നടക്കാൻ പോലും പറ്റാതിരിക്കുന്ന ഒരവസ്ഥയിലും ഈ ഓട്ടോ ഓടിച്ചിട്ട് ജീവിതമാർഗം കണ്ടെത്താനുള്ള ഒരു ഉൾക്കരുത്തുണ്ടല്ലോ, അത് എങ്ങനെയാ ശരിക്കും പറഞ്ഞ ഉണ്ടായ ഈ ഒരു അവസ്ഥ കൊണ്ടിട്ടാണോ അത് അമ്മേനെ നോക്കുക? അതെ. കാരണം ബുദ്ധിമുട്ട് കാരണം വീട്ടിലെ അവസ്ഥകൾ അമ്മയാണ് എന്നെ ഏകദേശം ഒരു 4-5 വർഷം വരെ എൻ്റെ അമ്മയാണ് എന്നെ നോക്കിയത്. വണ്ടി എടുത്തിട്ട് ഇപ്പോൾ ഒരു 4 വർഷം ആവത്തേ ഉള്ളൂ. ഈ 4 വർഷം കൊണ്ട് അതുവരെ എൻ്റെ അമ്മയാണ് എന്നെ വളർത്തിയത് എല്ലാ കാര്യത്തിലും. എൻ്റെ മോനെ ഞാൻ ചായക്കട തോറും വീടാൻ തോറും മേശിരി പണിക്ക് കോൺക്രീറ്റിന് അതിനൊക്കെ ഞാൻ പോയാണ് ചായക്കട പണി ഞാൻ ചെയ്താണ് എൻ്റെ കൊച്ചിനെ ഞാൻ വളർത്തിയെടുത്തത്. ഡെയിലി കാലത്തും വൈകിട്ടും ആട്ടോ വിളിച്ച് കൊണ്ടുപോയാണ് 10 ക്ലാസ് വരെ എൻ്റെ കൊച്ചിനെ ഞാൻ പഠിപ്പിച്ചത്. എന്നിട്ട് ചായക്കടയിലൊക്കെ പോയി ജോലി ചെയ്താണ് ഞാൻ എൻ്റെ കൊച്ചിന് ഇപ്പോൾ 38 വയസ്സായി. 38 വയസ്സ് വരെ വളർത്തുന്നതിന് പാടുണ്ട്. വേറെ ആരും എന്നെ സഹായിക്കാൻ ആരുമില്ല. എൻ്റെ കൊച്ചിനെ കളയാതെ ഞാൻ എൻ്റെ കൊച്ചിനെ വളർത്തിയെടുത്ത് 38 വയസ്സ് വരെ ഞാൻ വളർത്തിയെടുത്ത് എനിക്ക് ആദ്യം ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് ഇപ്പോൾ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് ഇപ്പോൾ 1 വർഷമേ ആയുള്ളൂ. എനിക്ക് വയറെനിക്ക് വേദന. അങ്ങനെ വർക്കല കൊണ്ട് ചെന്നപ്പോഴത്തെ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ മെഡിക്കലിൽ പോകണം. മെഡിക്കലിൽ പോയി സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. സ്കാൻ ചെയ്യുന്ന 4,000 രൂപ വേണം. അതിന് ഞാനിവിടെ പോയിട്ട് ഇഴഞ്ഞ് ഇരിക്കുന്ന കൊച്ചിനെ കൊണ്ട് എന്തൊരു ആരെങ്കിലും 10 രൂപ കായ് എടുത്ത് കൊടുക്കുമോ? കൊടുത്തിരുന്നാൽ നമ്മൾ തിരിച്ച് കൊടുക്കണ്ടേ. അതുകൊണ്ട് പട്ടിണി എടുത്തിരുന്നാലും നമ്മൾ ആരുടെ 10 രൂപ കായ് നമ്മൾ വാങ്ങിക്കില്ല. പിന്നെ ഈ പറഞ്ഞ കണക്കല്ല, എൻ്റെ വേദന എനിക്കേ അറിയാവുള്ളൂ. എനിക്ക് വേദനയിട്ട് വീട്ടിൽ കിടന്നിരുന്നാൽ എൻ്റെ വീട്ടിൽ 4 അരി കൊണ്ടിരുന്നാലും വേവിച്ചെടുക്കാൻ ആരുമില്ല. പിന്നെ അവൻ്റെ കാര്യം ഞാൻ വയ്യെങ്കിലും ഞാനാണ് ചെയ്തു കൊടുക്കുന്നത്, ആരുമില്ല. പിന്നെ അതുപോലെ തന്നെ എൻ്റെ മോന് യവൻ്റെ അവസ്ഥ കണ്ടുകൊണ്ട് ഒരു വണ്ടി എടുത്തു കൊടുത്തിട്ട് പറഞ്ഞ് എടാ നിൻ്റെ അവസ്ഥ കണ്ടുകൊണ്ട് ഞാൻ നിനക്കൊരു വണ്ടി എടുത്ത് തരേണ്.
ആ വണ്ടി കൊണ്ടുപോയി നീ ജീവിക്കണം, നീ അതിലൊരു 10 പൈസ പോലും ഒരു മക്കളും അത് ചെയ്യില്ല. പക്ഷെ ആ കൊച്ച് മനസ്സ് തോന്നി ആ കൊച്ചിന് അത് ചെയ്ത് വണ്ടി കിട്ടി വീട്ടിൽ കൊണ്ടുവന്ന് മാസത്തിൽ ഈ കൊറോണ പിടിച്ച് വണ്ടിയുടെ TC അടച്ചില്ല, വണ്ടിയുടെ പൈസ അടച്ചില്ല. അങ്ങനെ രണ്ട് വർഷം വരെ വണ്ടി ചുമ്മാ വീട്ടിൽ കൊണ്ടിട്ടിരുന്നു, വണ്ടി ഓടാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ എൻ്റെ കൊച്ചെന്തൊരു ചെയ്യും? 2-2.5 വർഷം വരെ കൊറോണ വന്ന് പിടിച്ച്, ഈ വണ്ടി കിട്ടി കൊറോണയും പിടിച്ച്. ഏതെങ്കിലും ഇപ്പോൾ രാഷ്ട്രീയക്കാരോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ സഹായിക്കാനായിട്ട് മുൻകൈ എടുത്തിട്ടുണ്ടായിരുന്നോ? ഇല്ല. മുൻകൈ എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ പല പ്രാവശ്യവും മറ്റേ പാർട്ടി പരമായിട്ടൊക്കെ ഞാൻ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരൊന്നും നോക്കാമെന്ന് പറയുന്നതല്ലാണ്ട് പ്രത്യേകിച്ചൊന്നും നടന്നിട്ടില്ലായിരുന്നു. അപ്പോൾ പാർട്ടിപരമായിട്ട് ഒരുപാട് ഞാൻ പല ബ്ലോക്കുകളിലും പഞ്ചായങ്ങളിലൊക്കെ കയറി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒന്നും നടന്നിട്ടില്ലായിരുന്നു. ഇപ്പം തന്നെ നമ്മുടെ അമ്പലത്തിൽ ഒരു ഉത്സവമായിരുന്നു. അതൊന്നും പറയണ്ട മച്ചി, അതൊന്നും പറയണ്ട. ഇപ്പം വേറൊന്നും പ്രത്യേകിച്ച് സത്യം പറഞ്ഞൊന്നും പറയുന്നത് സത്യം പറഞ്ഞപ്പോൾ പ്രത്യേകിച്ചൊന്നും പറയാൻ പറ്റുന്നില്ല. അത് നമുക്ക് എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഇപ്പോൾ എനിക്ക് ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ എനിക്കൊരു 4 സെൻറ്റ് വസ്തു കിട്ടിയതിൽ അവിടെ ചെറിയൊരു ഷെഡെങ്കിലും അടിച്ച് കിടക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം, എനിക്കും എൻ്റെ അമ്മയ്ക്കും. കാരണം പെട്ടെന്ന് എൻ്റെ അമ്മയ്ക്ക് വയ്യാണ്ടായാലോ എനിക്ക് വയ്യാണ്ടായാലോ നമ്മളിപ്പോൾ നിൽക്കുന്നിടത്തുനിന്ന് പെട്ടെന്ന് പോയി വരാൻ പറ്റത്തില്ല. എൻ്റെ അമ്മയ്ക്കൊക്കെ പെട്ടെന്ന് അസുഖം വരുന്നത്. എനിക്കിപ്പോൾ ഒരുപാട് ശാരീരിക ബുദ്ധിമുട്ടുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ഒരുപാട് മുട്ടുവേദനയുണ്ട്, നടുവേദനയുണ്ട്, തലവേദന ഒരുപാടുണ്ട്. പറയൂല അവൻ്റെ അസുഖങ്ങളൊന്നും അത്ര. എനിക്ക് എന്തെങ്കിലും തലവേദന വന്നാൽ എന്നെ വിളിക്കും, അമ്മ പൂവാരി നമുക്ക് പോവാം. അങ്ങനെ എന്നെ കൊണ്ട് അവൻ്റെ അസുഖങ്ങളൊന്നും എൻ്റെ അടുത്ത് പറയില്ല. ആശുപത്രിയിൽ പോകില്ല, ഒരിടത്തും പോകില്ല. ഇപ്പൊ ചേട്ടന് ഒരു വീടിന്റെ ഒരു ആവശ്യമാണ് ചേട്ടന്റെ മുന്നിൽ കണ്ടേക്കുന്നത് അല്ലേ? എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം, എൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നം എന്ന് പറയുന്നത് ആ മേടിച്ച പുരയിടത്ത് ഒരു 4 സെൻറ്റ് വസ്തുവിൽ ഒരു വീട്. കാരണം ഒരുപാട് അലഞ്ഞിട്ടിരിക്കുക. ഇനി എന്നെ കൊണ്ട് പറ്റത്തില്ല. കാരണം നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് നമുക്കൊരു വീടെന്നുള്ള സ്വപ്നം നമുക്ക് ജീവിച്ചിരിക്കുമ്പോഴേ പറ്റത്തുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അമ്മ ഈ ഒരു അവസ്ഥയിൽ, ഞാൻ ഈ ഒരു അവസ്ഥയിൽ, ഇനി എങ്ങനെ എങ്ങോട്ടെന്നുള്ളൊരു പിടി കിട്ടാതിരിക്കുക. 2 ഓപ്പറേഷൻ കഴിഞ്ഞാലാണ് എനിക്ക് ഇത്ര 10 ദിവസം വേലയ്ക്ക് പോലും എന്നെ കൊണ്ട് ഇറങ്ങി പോകാൻ ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റൂല. 2 ഓപ്പറേഷൻ കഴിഞ്ഞാണ് ഇപ്പം വർക്കല ആശുപത്രി ചെന്നപ്പോഴത്തേക്ക് മെഡിക്കലിൽ പോകാൻ പറഞ്ഞു. അങ്ങനെ കഴിഞ്ഞ ആഴ്ച ചെന്നപ്പോഴേ ഡേറ്റ് വെള്ളിയാഴ്ചയാണ് എൻ്റെ ഡേറ്റ്. അങ്ങനെ പോകാൻ പറ്റിയില്ല. ഇനിയിപ്പം അടുത്ത വെള്ളിയാഴ്ച ഇടന്ന് പോകണം. എന്തിനാണ് ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ വളരെ പറഞ്ഞു. പക്ഷേ നമുക്ക് പെട്ടെന്ന് ഇതായതുകൊണ്ടേ നമുക്കിപ്പോൾ എന്തൊക്കെ പറയണം സത്യം പറഞ്ഞാൽ അറിഞ്ഞൂടാ. അതാണ് വാസ്തവം. നമ്മൾ എൻ്റെ കുട്ടിക്ക് ഒരു കിടക്കാടം കിട്ടണം, അവനെ സഹായിക്കണം. എന്നെ കൊണ്ടൊരു 10 ദിവസം വേലയ്ക്ക് ഇറങ്ങി പോകാൻ പറ്റൂല, അവനെ കൊണ്ടാണെങ്കിൽ അതും പറ്റൂല. അപ്പോൾ പിന്നെ എൻ്റെ കൊച്ചു ഞാൻ എങ്ങനെ ജീവിക്കും? ആ തറ കിട്ടിയിട്ട് ഇപ്പോൾ 1 വർഷം വരെയായി. നമ്മളെ കൊണ്ടൊരു നിവൃത്തി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അവിടെ ഒരു ഷെട്ടെങ്കിലും ഞാൻ അടിച്ചു കൂട്ടി എൻ്റെ കൊച്ചിനെയും കൊണ്ട് അവിടെ കിടന്നേനും. അത്ര നിവൃത്തി തൊട്ടാണ് ഇപ്പം ആ രാത്രി വരെ ഞാൻ എൻ്റെ കൊച്ചിനെയും കൊണ്ട് ഇവിടെ വന്ന് ഇരുത്തിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മളിത് കഴിഞ്ഞ് പോയിരുന്നാലും ആ പാമ്പിൻ്റെ ഇടയിൽ കൂടെ ഇനി പോവേണ്ട ഞാൻ. ഇനി അത്ര ബുദ്ധിമുട്ടാണ്. അത് ആ വഴി കാണുമ്പോഴേ അറിയാം. കാരണം മഴ പെയ്യുമ്പോൾ എൻ്റെ ഇത്രയ്ക്കും മേലിൽ വെള്ളം വരും വീടിൻ്റെ 4 സൈഡും. അപ്പോൾ എനിക്ക് പിന്നെ ആ വെള്ളം വറ്റുന്നത് വരെ എനിക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ല. ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ വേണമെങ്കിൽ അയച്ചു തരാം. കാരണം അത്രത്തോളം ദയനീയമാണ്. ബാത്റൂമിൻ്റെ കാര്യമായാൽ പോലും ആ ചുറ്റുപാട് അത്രയും, കാരണം പൊളവനായാലും നീർക്കോലിയൊക്കെ നമ്മളെ വീട്ടിൽ മുറ്റത്ത് എല്ലാം ഞകത്ത്. അത് ഞാൻ നിൽക്കുന്നത് കുഞ്ഞമ്മയുടെ വീട്ടിലാണ് നിൽക്കുന്നത്.